വിലാസിനി മോതിരം കൊടുക്ക. അയ്യോ ചേച്ചി, ഞാനത് തട്ടത്തി വെച്ചതായിരുന്നു. ഏയ് ഇവിടില്ല. ചെറുക്കനിടാനുള്ള മോതിരം മാത്രമേ ഇടുള്ളൂ. പെണ്ണിനിടാനുള്ള മോതിരം തന്നിട്ടില്ല. തിരുമേനി ഒന്നുകൂടെ ഒന്ന് നോക്കൂ, ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി തലകുത്തി നിന്ന് നോക്കിയാലേ ആ മോതിരം കിട്ടാൻ പോകുന്നില്ല. മോതിരം വിലാസിനി ഭദ്രമായിട്ട് ഒളിപ്പിച്ചു കഴിഞ്ഞു. അതിനുള്ള പഴിയും ആ അടുക്കളക്കാരി കല്യാണിക്ക് തന്നെ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി, മോതിരം ഇല്ലാതെ ഈ നിശ്ചയം എങ്ങനെ നടത്തുമെന്ന് എനിക്കൊന്ന് കാണണം. ഏയ് ആ മോതിരം ഈ കൂട്ടത്തിലില്ല, അതെനിക്ക് തീർച്ചയാണ്. വിലാസിനി, നിന്നെയല്ലേ ഞാൻ നിശ്ചയ മോതിരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. എനിക്കത് ഉടൻ കിട്ടണം. എവിടെയാ നീ അത് വെച്ചത്? ചേച്ചി, ഞാനത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ആ കല്യാണിയെയാണ്. മാഡം, ഇവിടെ കിടക്ക. മോതിരം എന്റെ കയ്യിലുണ്ട്. വിലാസിനി മേഡം എന്നെ ഏൽപ്പിച്ചതല്ലേ, ചോദിക്കുമ്പോ തന്നാ മതിയെന്ന് പറഞ്ഞു. ദേ ആ മോതിരം. നിനക്കൊരു ബോധവും ചെവിയൊന്നും ഇല്ലേടി. ചോദിക്കുമ്പോ തന്നാ മതിയെന്ന് പറഞ്ഞു പോലും. ഇടിയടി, നിശ്ചയത്തിനല്ലാതെ നിശ്ചയ മോതിരം പിന്നെ എന്തിനാ? ഓ, ഞാൻ ഈ തിരക്കിനിടയിലൊന്നും മറന്നുപോയി. അതൊന്നും ഓർമ്മപ്പെടുത്തി തന്നാ നിന്റെ വായിലെ മുത്തൊന്നും തൊഴിഞ്ഞു പോവില്ല. ഇങ്ങനൊരു സാധനം നിന്നെയൊക്കെ ഉണ്ടല്ലോ. നീ ഇങ്ങനെ വെളിയിലിറങ്ങി നടന്നതെന്തെങ്കിലും നീ ഇവിടെ പറഞ്ഞാലേ കൊന്നുകളയും നിന്നെ ഞാൻ. നിശ്ചയത്തിന് സമയമായി. മോതിരവും കൈ പിടിച്ചോണ്ട് നിൽക്കുന്നവള്. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അങ്ങോട്ട് പോടി. പറഞ്ഞത് വല്ലതും തെറ്റിച്ചാലുണ്ടല്ലോ. തിരുമേനി, മോതിരം. ഇനി മോതിരം പരസ്പരം കൈമാറാം. ഒരു നിമിഷം അഖിലേ, മോതിരം മാറുന്നതിന് മുമ്പ് നന്ദനയ്ക്ക് എന്തോ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? എന്താ അത് മറന്നുപോയോ? ഇല്ല, ഞാൻ റെഡിയാ. കമല മാം, ആനന്ദേ, നന്ദന, ദിസ് ഇസ് ഫോർ യു. എന്റെ ചെറിയൊരു ഗിഫ്റ്റ്. ഈ എൻഗേജ്മെന്റിനുള്ള ചെറിയൊരു ഗിഫ്റ്റ്. താങ്ക് യു ആന്റി. മഹേശ്വരിയുടെ ബുദ്ധി വർക്കായത് കണ്ടോ? ഇതാണ് ചെറിയ മീനിനെ കൊരുത്ത് വലിയ മീനിനെ പിടിക്കുന്ന വിദ്യ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി മനസ്സിലായി. ഇതെന്താ ആന്റി ഇപ്പൊ ഇങ്ങനെ സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ്? ഹേയ്, പ്രത്യേകിച്ചൊന്നുമില്ല. നിശ്ചയത്തിന് മുമ്പേ വന്നു കയറാൻ പോകുന്ന മരുമകൾക്ക് അഖിലാണ്ടേശ്വരിയുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ്, അത്രേ ഉള്ളൂ. ഓപ്പൺ ചെയ്ത് നോക്കുമോളെ. അഖിലാന്റി തന്നതല്ലേ? എന്തായാലും സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയായിരിക്കും. തോർക്ക്. എല്ലാരും കണ്ടതല്ലേ, അവർക്കും കാണും ഇതെന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ.
എന്താ മോളെ, എന്തിനത്ര ടെൻഷൻ? പറ, മോക്ക് എന്തു പറ്റി? ഓടാപ്പൻ എന്തു പറ്റി നിനക്ക്? എന്ത് പറ്റിയെന്ന് അറിയണല്ലേ? അറിയുമ്പോ സ്വന്തം അബദ്ധം സ്വയം മനസ്സിലാവും. എനിക്ക് തന്ന ഗിഫ്റ്റ് ഇനി സ്വയം ഒന്ന് ആസ്വദിക്കാം. കണ്ടു മതിയാകുമ്പോ പറയണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാണട്ടെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ഗിഫ്റ്റ്. കൊള്ളാം, തൃച്ചംബരത്തെ മഹിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുക്കളക്കാരിയെ അരമനയിലും കയറ്റി വാഴിക്കും എന്നർത്ഥം. എടാ, മനഃപൂർവ്വം നീ എന്റെ മോളെ ചതിക്കായിരുന്നു അല്ലേടാ? മഹേശ്വരി ഒരു മിനിറ്റ്. വേണ്ട, ഇനി ബോധ്യപ്പെടുത്തലുകളൊന്നും വേണ്ട. അതിനായിട്ട് ശ്രമിച്ച അഖിലാണ്ടേശ്വരി വീണ്ടും സ്വന്തം വില കളയരുത്. നാട്ടുകാര് കാണുന്നുണ്ടല്ലോ. നന്ദന്, ഇനി എന്തെടുക്കാൻ ഇവിടെ നിൽക്കുന്നത്? എല്ലാം കഴിഞ്ഞു, കളഞ്ഞിട്ട് വാ. വരാൻ. ആന്റി പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. അതൊക്കെ ഇനി സ്വന്തം പോക്കറ്റിൽ വെച്ചാ മതി. എന്തൊക്കെയാ ഇത്? അച്ഛാ, എനിക്കൊന്നും അറിയില്ല അച്ഛാ, എനിക്കൊന്നും അറിയില്ല അച്ഛാ. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് വരാൻ. നാരായണേട്ടാ, ഇതെന്തോ ചതിയാണ്, അല്ലാതെ. ഷടപ്പ്. എത്രയും പേരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയ മതിയായില്ലല്ലേ? ദിവസം 3 നേരം ഗുളിക കഴിക്കുന്ന പോലെ വിളിച്ചു കൂവാറുണ്ടല്ലോ തൃച്ചംബരത്തെ അന്തസ്സിനെ കുറിച്ച്. ഇപ്പൊ എവിടെ പോയി അതൊക്കെ? ചേട്ടാ, ആ ഫോട്ടോ അത് ഫേക്കാണ്. ഈ ചടങ്ങ് നശിപ്പിക്കാൻ വേണ്ടി ആരോ. ഫേക്ക്. ഒരു ഡ്രൈവറുടെ മോളെ ആദ്യം പാചകക്കാരിയാക്കി, പിന്നെ കോടികളുടെ ബിസിനസിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കി. അതൊന്നും ഫേക്ക് അല്ലെങ്കിൽ ഇതും ഫേക്ക് അല്ല. ജോലിക്കാരിയും കെട്ടിപ്പിടിച്ച ഒരുത്തൻ. നിങ്ങൾക്കൊന്നും നാണമില്ലേ ഇനി ഞങ്ങളോട് പ്ലീസ് പറയാൻ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എനിക്ക് എന്റെ മാനവ നഷ്ടപ്പെട്ടത്. ഒരു കമ്പില് തുണിച്ചിട്ട് കാണിച്ചാലും പുറകെ പോകുന്നവന് അരവിന്ദെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. എന്നിട്ടും ഞാൻ അവനെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമകളാകാമല്ലോ എന്ന് കൊതിച്ചതുകൊണ്ടാ. എല്ലാം അറിയാം നന്ദനെ. ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കിയാല്. എന്ത് സാഹചര്യം?
എന്റെ ഹോട്ടലിൽ വന്നിട്ട് എന്റെ കൺമുന്നിൽ വെച്ച് ലേഡി സ്റ്റാഫിനോട് അപമര്യാദയായിട്ട് പെരുമാറിയതാ നിങ്ങളുടെ ഈ അനിയൻ. അന്നത് അഖിലാണ്ടേശ്വരി ആന്റിയോട് പറയാൻ വന്നപ്പോ നിങ്ങൾ ഒരാളാ തടുത്തത്. ഓർമ്മയില്ലേ നിങ്ങൾക്കതൊന്നും? അന്ന് എന്റെ മുന്നിൽ വെച്ച് അങ്ങനെ കാണിച്ചവൻ പാചകക്കാരിയായ ഇവളോട് എന്തൊക്കെ കാണിക്കില്ലെന്ന് ആര് കണ്ടു? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിങ്ങൾ. ഇവനൊന്നും ഒരു കാലത്ത് നന്നാവാത്ത ജന്മങ്ങളാ. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. പ്ലീസ്, ഞങ്ങൾ എങ്ങും വിട്ടേക്ക്. അമ്മയ്ക്ക് ലജ്ജയില്ലേ ഇവരുടെ ഒക്കെ മുന്നിൽ കൈ കൂപ്പി നിൽക്കാൻ? ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്നവരാ തൃച്ചംബരത്തെ ജന്മങ്ങള്. നോ, പ്ലീസ്, ഞങ്ങൾ എങ്ങും വിട്ടേക്ക്. അമ്മയ്ക്ക് ലജ്ജയില്ലേ ഇവരുടെ ഒക്കെ മുന്നിൽ കൈ കൂപ്പി നിൽക്കാൻ? ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്നവരാ തൃച്ചംബരത്തെ ജന്മങ്ങള്. നോ, അമ്മ അമ്മ ഞാനൊന്ന് പറഞ്ഞോ. ആ ഫോട്ടോ എങ്ങനെ വന്നു? ആ ഫോട്ടോ എവിടെ വന്നു? പറയടാ, പറയാൻ എന്നോടാ ചോദിച്ചേ. ആ ഫോട്ടോ എവിടെ വന്നു? പറയടാ. അമ്മ ചോദിച്ചു കേട്ടില്ലേ, നീയും കല്യാണിയുമായുള്ള ഫോട്ടോ എങ്ങനെ വന്നെന്ന്? വാതുറന്ന് പറയടാ, ഇല്ലെങ്കിൽ തല്ലി കൊല്ലും തന്നെ നിങ്ങൾ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. മര്യാദയ്ക്ക് പറയുന്നത് നിനക്ക് നല്ലത്. ആ കവറിൽ നിന്റെയും വീട്ടിലെ ജോലിക്കാരുടെയും ഫോട്ടോ എങ്ങനെ വന്നു? എനിക്കറിയണോ അത്? പറയടാ. പറയാൻ ഞാൻ 1 മുതൽ 5 വരെ എണ്ണും. അതിനുള്ളിൽ നീ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഈ കൂട്ടത്തിൽ ഒരാളുടെ ശവം വീഴും. വീഴ്ത്തിയിരിക്കും ഞാൻ. 1 2 3 4 ഞാൻ പറയാം. പറ. കല്യാണം എനിക്ക് ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, പ്രേമം തന്നെയാണെന്ന് പറയാം. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. അതാണ് എന്റെ ഏക ആഗ്രഹം. കല്യാണി, എന്തൊക്കെയാ ഇത്? അച്ഛാ, എനിക്കൊന്നും അറിയില്ല. ആ ഫോട്ടോ ആയിട്ട് എനിക്കൊരു ബന്ധമില്ല. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വസിക്കണം.
മാഡം, എൻ്റെ മോള് കള്ളം പറയില്ല മാഡം. എൻ്റെ മോള് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുന്നല്ലാതെ ഇതുപോലെയുള്ള ഒരു ദ്രോഹവും ആരോടും കാണിക്കില്ല. അന്നം തരുന്ന കൈക്ക് കൊത്തി ശീലിച്ചിട്ടില്ല ഞാനും എൻ്റെ മക്കളും. കല്യാണം എനിക്ക് ഒരുപാട് ഇഷ്ടം ദാസേട്ടാ. ഞാൻ അവളെ വിവാഹം കഴിക്കൂ. Shut up! കല്യാണി, ഇവൻ എപ്പോഴെങ്കിലും നിന്നോട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നെ വിശ്വസിക്കണം, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. അനിയും കുഞ്ഞും ആദ്യമായിട്ടാ. നിർത്തടി. ചിന്തിച്ചിട്ടില്ല പോലും. അങ്ങനെ ചിന്തിക്കാൻ മാത്രമുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത്? റാസ്കൽ. നന്ദനെ, നാലാം കിടക്കാരോട് സംസാരിച്ച് സമയം കളയരുത്. തൃച്ചംബരം തറവാട് തന്നെ അന്തസ് കെട്ടതാ. അത് നീ നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമായിട്ടുണ്ട്. നീ വാ, നമുക്ക് പോകാം. തൃച്ചംബരം തറവാട് തന്നെ അന്തസ് കെട്ടതാ. അത് നീ നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമായിട്ടുണ്ട്. സർ, മാഡം ഉടനെ കാർ എടുത്തോണ്ട് എങ്ങോട്ട് പോയി?